എല്ലാവർക്കും നമസ്കാരം. ആശാസ് ഡെയിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോർണിംഗിൽ ഞാൻ സ്കൂളിലെത്തി, ഡ്യൂട്ടി ആരംഭിച്ചു. അങ്ങനെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഓരോ വണ്ടികളായി വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് കുട്ടികളെല്ലാവരും ഇറങ്ങി ക്ലാസ് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനും ആശ ടീച്ചറുമാണ് ഡ്യൂട്ടിയിൽ കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ സ്കൂളിൻ്റെ പില്ലറിൻ്റെ മുകളിൽ ഒരു അതിഥി. അപ്പോൾ ആളെ കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നിയിട്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ആളുടെ പേര് വന്നത് നിശാശലഭം. ആൾക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്, കറുത്ത മന്ത്രവാദിനി. അങ്ങനെ കണ്ടില്ലേ, അത് ആളുടെ ഒരു പ്രത്യേകത കണ്ടില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനത് വീഡിയോ എടുത്തത്. അതിന് ശേഷം വേറൊരു അതിഥി കൂടി ഉണ്ട്. അതിഥി എന്ന് പറയാൻ പറ്റില്ല, ആളവിടുത്തെ സ്ഥിരം ആളാണ്. അപ്പോൾ ആരാന്നറിയോ, വെള്ളിമൂങ്ങ. 2 പേരുണ്ട്. പക്ഷേ ഇന്ന് ഒരാളെ കാണാനുള്ളൂ കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങി കേട്ടോ. വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ വന്നതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് മോനും കൂടിയിട്ട് വളപ്പായിലേക്ക് പോവാണ്. അവിടെ ഒരു റൂം റെൻറ്റിന് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതൊന്ന് കാണാം, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ പോണ വഴിയിലത്തെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തിരൂരെത്തി, തിരൂർ മുളകുത്താവിലേക്ക് കടന്നു. അങ്ങനെ മെല്ലെ ഞങ്ങൾ വളപ്പായ റോഡിലേക്ക് എത്താറായി കേട്ടോ. അങ്ങനെ റൂമിൻ്റെ അവിടേക്ക് എത്താറായി, റൂമിൻ്റെ അവിടെ എത്തി കേട്ടോ. അങ്ങനെ ഇതാണ് റൂം ക്ലോസ് ചെയ്ത് ആ മാഡം പോയി. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം പോയി. കുഴപ്പമില്ല, റോഡ് സൈഡിൽ തന്നെയാണ്. പക്ഷേ ഉള്ളേരിയൊന്നും കണ്ടില്ല, പുറത്തൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. അതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ തറവാട്ട് അമ്പലത്തിൽ സർപ്പബലിയാണ്, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഏകദേശം അതൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പം എന്നാലും ഞങ്ങൾ അവിടെ കയറി തൊഴുതു. ഉള്ളിൽ പൂജ നടക്കണ്ടായിരുന്നു, അവിടെയും തൊഴുത് പ്രസാദവും കിട്ടി. അങ്ങനെ ശർക്കര പായസവും പാൽപ്പായസവും മേടിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി. എന്നിട്ട് ഒന്നും കൂടെ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ വീഡിയോ ഒന്നും കൂടെ എടുത്തു. അതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് വീട്ടിലേക്ക് പോരാനും വണ്ടിയുടെ അടുത്തേക്ക് പോന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അന്ന് വീട്ടിൽ വന്നപ്പോൾ ഇതെൻ്റെ മോൻ്റെ ഇതിൻ്റെ പേര് പറഞ്ഞോട്ടോ, എനിക്ക് മറന്നുപോയി ഇതിൻ്റെ പേരെന്താന്ന്. പുള്ളി ഇത് മേടിച്ചു കൊണ്ടുവന്ന് അന്ന് മുതൽ പ്രാക്ടീസ് ചെയ്ത് ആൾ പഠിച്ച സംഭവം. അവൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ചു കൊടുത്തത്, ആ ഫ്രണ്ട് ഒരു ചേട്ടൻ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ, ബെല്ലൈക്കൻ ഞെക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു.